PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 11/2025 33ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഇന്ത്യൻ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 33 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. ഇവയെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ മുഴുവനും തെറ്റാണ്. 34 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാര്? 34 ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. 35 താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 3ഉം മാത്രം. 1 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 36 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 36 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 4 വകുപ്പ് 17 വരുന്നത്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവകാശം വകുപ്പ് 21 എ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. അപ്പോൾ ഓപ്ഷൻ 36ൻ്റേത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 37 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഫസൽ അലി. 38 പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് മാൻഡമസ്. 39 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? 39 ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 22. 41 കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ഓപ്ഷൻ എ കരിമീൻ. 42 കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 42 ഓപ്ഷൻ സി 9. 43 കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. 44 കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 3. 45 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? 45 ഡിലീഷനാണ്. 46 സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി പാലക്കാട്. 47 കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ. 48 ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. 49 അയ്യങ്കാളി ജനിച്ചതെന്ന്? 49 ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. 50 ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ? 50 ഓപ്ഷൻ എ വൈക്കം. 51 താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ് റാനഡെ. 52 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? 52 എ ആണ് കെ എം പണിക്കർ. 53 തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്ത നേതാവിനെ തിരിച്ചറിയുക. 53ൻ്റേത് ഓപ്ഷൻ സി ആണ് വരുന്നത്. എ കെ ഗോപാലനാണ്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് എ കെ ഗോപാലൻ. 54 ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. 55ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. 56 കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി വടകര. 57 ദർബാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 58 ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഓപ്ഷൻ ഡി ആണ് മലയാളി മെമ്മോറിയൽ.
59 കൊച്ചി രാജപ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തതാര്? 59 ഓപ്ഷൻ സി ആണ് ഷൺമുഖം ചെട്ടി. 60 കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നതിൽ ഏത്? ഓപ്ഷൻ ബി ആണ് അഗസ്തീശ്വരം. 61 വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. 61 ഓപ്ഷൻ ബി ആണ് നിശാന്തത.